വേദന. പോയി നോക്കാം അങ്ങോട്ട് വാ. ഇതായിരുന്നോ ആൾക്കൂട്ടത്തിന്റെ പിന്നിൽ? മാഡം മാഡം, ബമ്പർ ഓഫറാ. 50 രൂപക്ക് 2 കിലോ തരാം. ഇതാണ് ഇവിടെ തിരക്കിന്റെ കാരണോ? അതെ മാഡം, ഇവിടെ നല്ല തിരക്കാ. 2 കിലോനൊക്കെ 50 രൂപക്ക് ഇട്ടെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഓടി വരത്തില്ലേ, അങ്ങനെ വന്നതല്ലേ മാഡം? ആണോ? എന്നാ ഇത് ആദ്യം പറയണ്ടോ. ഇതേ ഒരുമാതിരി ആളക്കളിയാക്കുന്ന പരിപാടിയാ. എന്താ മാഡം, ഞങ്ങൾ എന്ത് ചെയ്തത്? ഇവിടെ എത്ര ആൾക്കൂട്ടം കണ്ടാ ഞങ്ങൾ തിരിച്ചു പോയില്ലേ? താമര മിസ്സായത് ഇവർക്കൊന്നും അറിയില്ലല്ലോ. ഇവരോട് കടുപ്പിച്ചിട്ട് എന്താ കാര്യം? ഓ എടോ, അമ്മന്നെ മിണ്ടാ. ഞാൻ ചോദിക്കാം. ചേട്ടാ. ആ എന്തുവാ? മീൻ വേണ്ടേ? മീനൊന്നും വേണ്ട ചേട്ടാ. പിന്നെ എന്നാത്തിനാ ഇങ്ങോട്ട് വന്നേ? മീൻ കാണുവാനാ? ഇവിടാ മീൻ വിൽക്കാനായിട്ട്. അതിനല്ല ഇവിടെ ഞങ്ങള്. നിങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോ അവിടെ എവിടെയുള്ള ആളില്ലാത്തതുണ്ടോ നോക്ക്. അവിടെ പോയിട്ട് വല്ല ജോലി നോക്ക്. അമ്മന്നെ മിണ്ടാ നിക്കുന്നുണ്ടാ? അല്ല ചേട്ടാ, ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാളെ കാണാനില്ല. വിളിച്ചു നോക്ക്, അപ്പൊ കിട്ടും. ഇല്ല, ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഞങ്ങളുടെ ഒരു സംശയം കടല് കൊണ്ടുപോയാന്നാ. അതെങ്ങാനും ഇവിടെ വന്ന് അടിയുമ്പോ ഞങ്ങളോടൊന്ന് പറയണേ. അമ്മ എന്ത് മനുഷ്യന്മാരെ പോലെ സംസാരിക്കാത്തേ? എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത്? എന്റെ അമ്മ എവിടെ? എന്റെ അമ്മ എവിടെ പോയി? ഹലോ, ഇവിടെ അങ്ങനെ കടലിൽ പോകത്തൊന്നുമില്ല. ഇവിടെ നല്ല ശാന്തമായ ബീച്ചാ. ഇവിടെ അങ്ങനെ കടലമ്മ കൊണ്ടുപോയ ചരിത്രമില്ല. അഥവാ ഇനിയിപ്പോ അതിലോട്ട് ആരെങ്കിലും വീണ് പോയാൽ പോലും കടലമ്മ അവരെ കൊണ്ടുപോകാറില്ല. ഈ ബീച്ചിൽ ഇതുവരെ അങ്ങനെ ഒരു മരണവും ഉണ്ടായിട്ടില്ല. ദൈവമേ, അപ്പൊ അവള് ചത്തില്ലേ? ചത്തില്ലെങ്കിൽ പ്രശ്നമാണല്ലോ. ഞാൻ അവളെ കടലിലേക്ക് തള്ളിയെന്ന് അവൾ എല്ലാവരോടും പറയില്ലേ? അപ്പൊ ചേട്ടാ, ഇവിടെ കടലിൽ വീണാലും ഒന്നും സംഭവിക്കില്ലെന്നാണ് ചേട്ടാ പറയുന്നേ? ആ, ഞങ്ങള് ചുറ്റുവട്ടത്തുള്ളവരുടെയൊക്കെ വിശ്വാസം അങ്ങനെയാ. അപ്പൊ എനിക്ക് അത് സംഭവിച്ചു കാണില്ല. അതെ, അവള് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. നമുക്ക് അന്വേഷിക്കാം. അല്ല, ഇനിയിപ്പോ അവളെ എവിടുന്ന് കിട്ടാനാ? നമ്മൾ എവിടെയാ തെരയാൻ ബാക്കി? അമ്മേ വാ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാം. അത് വേണ്ട, അതൊന്നും വേണ്ട. അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എന്താ അമ്മയെ പറഞ്ഞു വരുന്നേ? അവളെ തെരയണ്ടെന്നാണോ? അവൾ ഇവിടെ ഇട്ട് പോണെന്നാണോ? ഏയ്, അങ്ങനെയൊന്നല്ല. പിന്നെ എന്താ അമ്മ പറഞ്ഞു വരുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. വന്നേ, നമുക്ക് ഒരു പരാതി കൊടുക്കാം പോലീസ് സ്റ്റേഷനിൽ. അവര് ഇവിടെ മുഴുവൻ അന്വേഷിച്ചോളും. അവള് നമുക്ക് കിട്ടും. അതിന്റെ ആവശ്യമൊന്നുമില്ല മോളെ. പോലീസിനൊക്കെ എന്തിനാ അറിയിക്കുന്നേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കിപ്പോ വേണ്ടത് അവളെയാ. അവള് നമുക്ക് എത്ര പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എന്റെ അമ്മയെ പറഞ്ഞയച്ചതുപോലെ നിന്നെ ഞാൻ പറഞ്ഞേക്കും ഒരു ദിവസം. നോക്കിക്കോ. അമ്മേ വാ, പോലീസ് സ്റ്റേഷനിൽ പോവാം. എനിക്ക് ഉറപ്പാ അവക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണും. അല്ലാതെ എവിടെ പോവാനാ? ഇന്നിപ്പോ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് എന്താ കാര്യം? മുത്തശ്ശിയുടെ പറച്ചിലായിട്ടൊന്നും ആന്റിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് മുത്തശ്ശി കണ്ടേന്ന്. അങ്ങനെയല്ല മക്കളെ, ഇത്ര നേരമായിട്ട് കാണുന്നില്ലെങ്കിൽ അവക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണും. അല്ലാതെ എന്ത് പറ്റാനാ? അങ്ങനെ ഒന്നും ഈ കടലമ്മ കാരണം സംഭവിക്കത്തില്ല. ഞങ്ങളുടെ കടലമ്മ അങ്ങനെ ആർക്കൊരു ദ്രോഹവും ചെയ്യാറില്ല. ഇനിയിപ്പോ അങ്ങനെ സംഭവിച്ചാൽ തന്നെ ആളെ തിരിച്ചു തരേണ്ട നേരം കഴിഞ്ഞിട്ടുണ്ട്. എന്റെ ഒരു കണക്കുകൂട്ടലനുസരിച്ച് അഥവാ ആള് കടലിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ രക്ഷപ്പെടാനാ സാധ്യത. കാരണം ഇവിടെ അധികം ആഴമൊന്നുമില്ല. 10 കിലോമീറ്ററോളം ആഴമില്ലാത്ത കടലാണ്. അപ്പോ അവക്കൊന്നും സംഭവിച്ചിട്ടില്ലേ? എന്താ നിങ്ങൾക്ക് സംഭവിക്കണോ? അങ്ങനെയല്ല. അമ്മേ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം. മക്കളെ, നിങ്ങൾക്ക് ട്യൂഷന് പോകാനുള്ള നേരമില്ലേ? നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ. അമ്മ പോലീസ് സ്റ്റേഷനിൽ പോട്ടെ. അമ്മേ. എന്താ? അമ്മ കുട്ടികളെയും കൂട്ടി വീട്ടിൽ പോയിക്കോ. എന്നിട്ട് ഇവർ രണ്ടുപേരെ ട്യൂഷന് പറഞ്ഞേക്ക്. മാളൂട്ടി അമ്മ നോക്കിക്കോണേ. ഈ സാഹചര്യത്തിലെങ്കിലും മാളൂട്ടിയുടെ നല്ലതുപോലെ പെരുമാറണേ. പോലീസ് സ്റ്റേഷനിൽ പോട്ടെ.
അതല്ല മക്കളെ, അമ്മയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആന്റിയെ കുറിച്ച് എല്ലാ വിവരങ്ങളും കൊടുക്കണം. പിന്നെ ആന്റി അന്വേഷിക്കുകയും വേണം. അതിന് എനിക്ക് നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങൾ വീട്ടിൽ പോയിരുന്ന മുത്തശ്ശിയെ ബുദ്ധിമുട്ടിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ ട്യൂഷന് പോയിക്കോട്ടോ. നിങ്ങൾ ഇതിനെ പറ്റിയൊന്നും ചിന്തിക്കണ്ട. ആന്റിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അമ്മ ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. ഞാൻ കൊണ്ടുപോയിക്കോളാം. നന്നായിട്ട് അടിച്ചു പാരടി, നല്ലതുപോലെ അടിച്ചു പാരേ. ആർക്ക് വേണ്ടിട്ടാ നീ അടിച്ചു വരുന്നേ? നല്ലതുപോലെ അടിച്ചു പാരേ. നിന്റെ അമ്മയൊക്കെ ചത്ത്. ഇനിയേ നീ ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്ക്. നിന്റെ അമ്മയുടെ കഥ കഴിഞ്ഞ്. നിന്റെ അമ്മയൊക്കെ ചത്തുപോയി. നീ അതൊന്നും അറിഞ്ഞില്ലേ? ഇനിയിപ്പോ അവള് ചത്തിട്ടില്ലെങ്കിൽ ഞാൻ ജയിലിൽ പോകേണ്ടി വരില്ലോ. നീ അവളെ രക്ഷപ്പെട്ടിട്ടുണ്ടാവോ? ഇത്രയും നേരായില്ലേ? അതിനൊന്നും സാധ്യതയില്ല. നന്നായിട്ട് അടിച്ചു വരടി. അവിടെ തന്നെ നിക്കാണോ? ഇവിടെയൊക്കെ നിന്നെ ആരാ അടിച്ചു പോരാ? അടിച്ചു വരും നല്ല പോലെ. എവിടെ നോക്കി നിൽക്കാടി? നല്ലതുപോലെ അടിച്ചു വരെ. ഓ, നിന്നെ അമ്മയോടുള്ള അതേ ഇഷ്ടം എനിക്ക് നിന്നോടും ഉണ്ടടി. അതുപോലത്തെ ഇഷ്ടം. വിളിക്കാം വിളിക്കാം. തൽക്കാലം നീ അടിച്ചു വാരേ. നല്ലതുപോലെ അടിച്ചു വാരടി. അടിച്ചു വാരടി. പറഞ്ഞ പണി അത് ചെയ്യ്. എന്നിട്ട് ഇങ്ങോട്ട് ചെലക്കാം. ജീവിതകാലം മുഴുവൻ നീ ഇത് തന്നെ എനിക്ക് വീട്ടിൽ ചെയ്യാനുള്ളത്. ആന്റിയും മക്കളൊക്കെ ഇപ്പൊ അടുത്തങ്ങ് പോകും. അത് കഴിഞ്ഞാ നീ എന്റെ കയ്യിലാ. നിന്റെ അമ്മ പോലും ഇവിടെ ഉണ്ടാകില്ല. ശല്യം. മുത്തശ്ശിക്ക് ഒട്ടും ഇഷ്ടമല്ല. മാളൂട്ടിനെ വിട്ടിട്ട് അമ്മയ്ക്ക് എങ്ങനെ പോവാൻ തോന്നിയേ? മുത്തശ്ശിയുടെ അടുത്ത് മാളൂട്ടിയെ ഒറ്റയ്ക്കാക്കിയിട്ട് അമ്മ എങ്ങോട്ടാ പോയത്? അമ്മ എങ്ങോട്ടാ മാളൂട്ടിയെ ഒറ്റയ്ക്ക് മുത്തശ്ശിയുടെ കൂടെ വിട്ടിട്ട് പോയത്? എനിക്ക് ആരാ അമ്മയുള്ളത്? മാളൂട്ടിയെ, എനിക്ക് എൻ്റെ സങ്കടം മനസ്സിലാവും. പക്ഷെ എൻ്റെ അമ്മ ഓടേണെന്ന് ഇപ്പം എനിക്ക് പറഞ്ഞുതരാൻ പറ്റൂല മാളൂട്ടിയെ. എൻ്റെ വല്യമ്മ എന്നെ കുറെ ഇടങ്ങറാക്കുന്നുണ്ട് മാളൂട്ടിയെ. കണ്ടിട്ട് ഞമ്മക്ക് സഹിച്ചണില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ സങ്കടങ്ങളൊക്കെ മാറും മാളൂട്ടിയെ. ഇഞ്ചി പേടിക്കണ്ട. കുറച്ച് സമയം എടുക്കുന്നുള്ളൂ എൻ്റെ സങ്കടങ്ങൾ മാറാൻ. ഇപ്പം എനിക്ക് എൻ്റെ സങ്കടങ്ങളൊന്നും മാറ്റാൻ പറ്റൂല മാളൂട്ടിയെ. എനിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിസ്ക് എടുക്കുന്നത്. ഇപ്പം ഞാൻ പറയേണ്ടതൊന്നും ആർക്കും മനസ്സിലാവൂല. വഴിയെ മനസ്സിലാവും.